വെൽക്കം ടു മീരാസ് ഇംഗ്ലീഷ് ഹബ്. ഇന്ന് മീരാസ് ഇംഗ്ലീഷ് ഹബ് നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്നത് HSC ഇംഗ്ലീഷിൻ്റെ 150 ഡേയ്സ് സ്റ്റഡി പ്ലാനുമായിട്ടാണ്. ഒരുപാട് സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചിരുന്നു, മിസ്സേ ആ സ്റ്റഡി പ്ലാൻ ഒന്ന് ഷെയർ ചെയ്യാവോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റഡി പ്ലാൻ മാത്രമല്ല അതെങ്ങനെ പഠിച്ചെടുക്കാം, അത് ജസ്റ്റ് നമ്മൾക്ക് അവിടെ ഇവിടെ നിന്ന് ടോപ്പിക്സ് എടുത്തിട്ട് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് തന്നെ വളരെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ടോപ്പിക്സ് ആദ്യം ഏത് കൊടുക്കണം, വളരെ ടഫായിട്ടുള്ള ടോപ്പിക്സ്, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ഒരു റിലാക്സ്ഡ് ആയിട്ട് പോകാൻ പറ്റുന്ന ടോപ്പിക്സ്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മളുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ HSC ഇംഗ്ലീഷ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ സ്റ്റുഡൻസിനും ഒരു വഴിത്തിരിവാകുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ് മീരാസ് ഇംഗ്ലീഷ് ഹബിൻ്റെ 150 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും പൊതുവെ ഒരു സ്റ്റഡി പ്ലാൻ കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് വീട്ടിൽ സൂക്ഷിക്കും. ആ ഒരു പരിപാടി ഇവിടെ വേണ്ട. നിങ്ങൾ ഈ വീഡിയോ കാണുക, എങ്ങനെയാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ വർക്ക്ഔട്ട് ആകുന്നത് എന്ന് കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അതിന് നിങ്ങൾ കൂടുതൽ സമയമൊന്നും ചിലവഴിക്കേണ്ട. ഞാൻ വളരെ ലെങ്തി ആയിട്ട് 1-2 മണിക്കൂറിൻ്റെ ക്ലാസ് ഒന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിന് വേണ്ടി എടുക്കാൻ പോകുന്നില്ല. ജസ്റ്റ് മിനിറ്റ്സിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ 150 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് HSC ഇംഗ്ലീഷ് എന്ന ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. HSC ഇംഗ്ലീഷിൻ്റെ സ്റ്റഡി പ്ലാനിലോട്ട് പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യം നമ്മളുടെ മീരാസ് ഇംഗ്ലീഷ് ഹബിൽ എങ്ങനെയാണ് HSC ഇംഗ്ലീഷിൻ്റെ കോഴ്സുകൾ പോകുന്നത് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ 150 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഓൾറെഡി 180 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 180 ഡേയ്സിൻ്റെയാണ് നമ്മളിപ്പോൾ അറ്റ് പ്രസൻറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൈബ്രിഡ് ബാച്ചസും ഹോം മേക്കേഴ്സ് കമ്പാനിയൻ ബാച്ചൊക്കെ 180 ഡേയ്സിൻ്റെ ബാച്ചുകളാണ്. അപ്പോൾ ഇനി നമ്മൾ 150 ഡേയ്സിൻ്റെ ഹൈബ്രിഡ് ബാച്ചസ് ആണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കീ ടേക്ക് അവേസ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഇവിടെ ക്ലാസ്സസിൽ അതിൻ്റെ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ കോംപ്രമൈസ് ഇല്ലാതെയാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ട്രയൽ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ക്വാണ്ടിറ്റി ആണെങ്കിൽ വിത്തിൻ 4 months ആണ് നമ്മൾ 310 hours ക്ലാസ്സസ് എടുത്തിരിക്കുന്നത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓൾറെഡി 310 hours ക്ലാസ്സസ് നമ്മളുടെ ആപ്പിൽ അപ്പായിരിക്കുന്നു. ഇത് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ആണ്. റിസർച്ച് ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങളെ PhDക്ക് പഠിപ്പിക്കാനൊന്നും അല്ല ഞങ്ങൾ പോകുന്നത്. ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ ലിറ്ററേച്ചർ പോർഷൻസ് ഒക്കെ ഞാനാണ് കൂടുതൽ എടുക്കുന്നത്. ഞാൻ എൻ്റെ വായനയിലൂടെ കണ്ടെത്തിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നു എന്നതാണ് നമ്മൾ ഈ റിസർച്ച് ഓറിയൻറ്റഡ് കോണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ റിസർച്ച് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വാരി വലിച്ചു പറയുക എന്നതല്ല, ക്രിസ്പി ആയിട്ട് പറയുന്നതും ഒരു നല്ലൊരു ലേണറിൻ്റെ ലക്ഷണം കൂടിയാണ്. അവിടെ നിങ്ങൾക്ക് ഇത് ലിംഗ്വിസ്റ്റിക്സിലും അതുപോലെയുള്ള ടോപ്പിക്സിലൊക്കെ അത് ക്രിസ്പി ആയിട്ട് നമ്മളുടെ കേരള റിനൈസൻസ് ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും സിംപ്ലിഫൈഡ് ഫോമിൽ പഠിച്ചെടുക്കാനായിട്ടുള്ളൊരു അവസരം ഈ ആപ്പിലൂടെ ഒരുങ്ങുന്നു. നെക്സ്റ്റ് നമ്മളുടെ ഹൈലൈറ്റ്, നമ്മൾ എപ്പോഴും പറയുന്നത് MCQs ആണ്. നമ്മൾ MCQസിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് കൊടുക്കുന്നത്. ഈ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മറ്റൊരു ആപ്പിലും നിങ്ങൾക്ക് കിട്ടില്ല, മറ്റൊരു റാങ്ക് ഫയലിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ MCQ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ സർഫേസ് ലെവൽ മാത്രം കൊടുത്തു പോകുന്ന രീതിയിലൊന്നുമല്ല. സർഫേസ് ലെവൽ, ആവറേജ് ലെവൽ, റാങ്ക് മേക്കിംഗ് പോയിന്റ്സ് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള MCQ സെഷൻസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ HSC ഇംഗ്ലീഷിനെ ബേസ് ചെയ്ത് 15,000 MCQs ആയിരിക്കും നിങ്ങൾ പഠിച്ച് സെറ്റായിട്ട് ഉണ്ടാവുക. കൂടാതെ ഇത് നിങ്ങൾക്ക് മൾട്ടിപർപ്പസ് യൂസിനും ഉപകരിക്കും. കാരണം സെറ്റിനാണെങ്കിൽ ഇപ്പോൾ സെറ്റിന് HSST വരുന്നുണ്ട്. HSST എക്സാമിനും ഓൾറെഡി നമ്മുടെ HSCയുടെ പകുതി പോർഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഫൗണ്ടേഷൻ കൂടി നിങ്ങൾക്ക് ഇവിടെ
നമ്മൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഏത് എക്സാമിന്? HSST എക്സാമിന് കൂടി കൊടുക്കാൻ സാധിക്കുന്നു എന്നതാണ് നമ്മളുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ലിംഗ്വിസ്റ്റിക്സ്, ഞാൻ നേരത്തെ പറഞ്ഞു ബ്രീവിറ്റി ഈസ് ദി സോൾ ഓഫ് വിറ്റ് എന്ന് പറയുന്നത് പോലെ വളരെ ബ്രീഫായിട്ട് ക്രിസ്പി ആയിട്ടാണ് രാഗ്ന മിസ് ലിംഗ്വിസ്റ്റിക്സിന്റെ ക്ലാസ്സസ് എടുത്തു പോയിട്ടുള്ളത്. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് ഒരു ക്യാപ്സൂൾ ഫോമിൽ ഒരുപാട് സമയമൊന്നും നിങ്ങൾ ചെലവഴിക്കേണ്ട, അതിൽ നിന്നും കിട്ടുന്ന 5 മാർക്ക് പെട്ടെന്ന് തന്നെ മേടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മളുടെ ഗ്രാമർ ക്ലാസ്സസ് SSC ലെവലിലാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പൊതുവേ ഗ്രാമർ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഗ്രാമർ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ വ്യത്യസ്തമായ ചോദ്യങ്ങളിലോട്ട് പോകുക എന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമാണ് നമ്മളുടെ നോളജ് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് SSC ലെവൽ രീതിയിലാണ് നമ്മൾ ഗ്രാമർ ക്ലാസ്സസ് എടുത്ത് പോയിട്ടുള്ളത്. ഇനി ജനറൽ പേപ്പറിന്റെ കാര്യം പറയുമ്പോൾ കേരള റിനൈസൻസ് ഒരു കഥ പോലെയാണ് ശ്രീറാം സാറ് ക്ലാസ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 30 മിനിറ്റ്സിൽ ഒരു 1 അവർ 2 അവർ ഒക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമ്മളുടെ കേരള റിനൈസൻസ് ലീഡേഴ്സിനെ ഒക്കെ ഇനി ഒരിക്കലും മറക്കാത്ത രീതിയിൽ സാറ് നമ്മൾക്ക് കഥ പോലെ ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ മനസ്സിൽ എത്തിച്ചു തരും. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ആനന്ദ് സാർ പക്ക ക്ലാസ്സസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓരോ പോയിന്റ്സും ഇത്രയും ഡീപ്പായിട്ട് ഇൻഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്തിട്ടാണ് നമ്മളുടെ ക്ലാസ്സസ് പോയിട്ടുള്ളത്. അത് PYQ റെഫർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ശരണ്യ മിസ്സിന്റെ ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് വളരെ ക്രിസ്പി ആയിട്ട് പഠിക്കണം. അതായത് കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാവരും PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇൻഡെപ്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ ആനന്ദ് സാറിന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് ടൈം വളരെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ശരണ്യ മിസ്സിന്റെ ക്ലാസ്സസിനെയും ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ എടുക്കുന്നത് 2023 ജൂൺ മുതലാണ് നമ്മൾ എടുത്തു പോയിട്ടുള്ളത്. 2023 ജൂൺ, പിന്നെ 24 മുതൽ മന്ത്ലി കറണ്ട് അഫയേഴ്സും കൊടുത്തു പോകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കീ ടേക്ക് അവേസ് എന്ന രീതിയിൽ നമ്മളുടെ ആപ്പിൽ കാണാൻ സാധിക്കുക. കൂടാതെ പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ട്. നിങ്ങളുടെ ടീച്ചർ തന്നെയാണ് നിങ്ങളുടെ മെന്റർ ആയിട്ട് വരുന്നത്. അതുപോലെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ വിത്തിൻ അവേഴ്സ് ആണ്. നിങ്ങളൊരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വിത്തിൻ അവേഴ്സ് ആ ഒരു ഡൗട്ട് ക്ലാരിഫൈ ചെയ്യപ്പെടും. നമ്മളുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇപ്പോൾ പോകുന്നത് 180 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ആണ്. ഇനി നമ്മൾ 150 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ആയിരിക്കും ഇനി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ കോംപ്രിഹെൻസീവ് നോട്ട്സ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് ലഭിക്കുന്നു. നോട്ട്സ് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് മൾട്ടി പർപ്പസ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. മൾട്ടി പർപ്പസ് ആയിട്ട് HSSTക്ക് ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് മീരാസ് ഇംഗ്ലീഷ് ഹബിന്റെ നോട്ട്സ് എന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ നെറ്റ് വരെ ക്രാക്ക് ചെയ്യാനായിട്ട് ലിറ്റററി ക്രിറ്റിസിസം അങ്ങനെയുള്ള ഏരിയാസിൽ നിന്നുമൊക്കെ ഉള്ള ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ഈ നോട്ട്സ് ഹെൽപ്പ് ചെയ്യും. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, അത് നിങ്ങൾക്കത് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ടീച്ചിങ് മെത്തേഡ്സ് എംപ്ലോയ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ആപ്പിലെ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാനത് ഇവിടെ ഓപ്പൺ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ഇനി പ്രാക്ടീസ് ടെസ്റ്റ് പേപ്പേഴ്സ്, അത് ടോപ്പിക് വൈസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ ഫുൾ ലെങ്ത് എക്സാംസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതാണ്. പിന്നെ പിയർ ഗ്രൂപ്പ് സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 450+ സ്റ്റുഡൻസ് ആണ് നമ്മുടെ ആപ്പിന്റെ ഭാഗമായിട്ടുള്ളത്. ആപ്പിലെ കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിച്ചു മുന്നേറുന്നത് എല്ലാവരും വളരെ ഇൻറ്റൻസീവ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. അത് നമ്മുടെ ആപ്പിന്റെ ഒരു ഹൈലൈറ്റ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരുപാട് പേരെ നമ്മൾ ഒരു ബാച്ചിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രീതിയിലല്ല, വളരെ പഠിക്കാനായിട്ട് താല്പര്യമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർ ആക്ടിവിറ്റിയിലാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന വർക്ക്സ് ആണെങ്കിലും സ്റ്റഡി പ്ലാൻ ആണെങ്കിലും ഒക്കെ നന്നായിട്ട് പഠിച്ചു മുന്നേറുന്നത്. അതുകൊണ്ടാണ് ഹെൽത്തി കോമ്പറ്റീഷൻ ഇവിടെ ഡെവലപ്പ് ആവുന്നുണ്ട്. പിയർ ഗ്രൂപ്പ് സപ്പോർട്ട് നമ്മൾക്ക് ഹൈബ്രിഡ് ബാച്ചസിലൊക്കെ അത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഹോം മേക്കേഴ്സ് കമ്പാനിയൻ ബാച്ചിലൊക്കെ വളരെ ഇൻറ്റൻസീവ് ആയിട്ടാണ് കുട്ടികൾ പഠിച്ചു മുന്നേറുന്നത്. ഓക്കെ, അപ്പോൾ പിയർ ഗ്രൂപ്പ് സപ്പോർട്ട്, വാട്സാപ്പ് ഗ്രൂപ്പ് സപ്പോർട്ട് ഉണ്ട്. അത് വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പോലെ എല്ലാവരും മിണ്ടാതിരിക്കുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഒന്നുമല്ല, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പാണ് നമ്മൾക്കുള്ളത്. ഇനി അഫോർഡബിൾ പേയ്മെന്റ്,
നമ്മൾ ഈ കോഴ്സിന് നമ്മൾ ചോദിക്കുന്ന പേയ്മെന്റിൽ ആ പേയ്മെന്റിൽ ഉപരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ HSC ഇംഗ്ലീഷിന്റെ കോഴ്സ് 2000-ന് കിട്ടാം, HSC ഇംഗ്ലീഷിന്റെ കോഴ്സ് 3000-ന് കിട്ടാം, 4000-ന് കിട്ടാം, 5000-ന് കിട്ടാം. ചിലപ്പോൾ ആ ഒരു എമൗണ്ടിന്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും അവിടെ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ മേടിക്കുന്നതിൻ്റെ ഒരു 10 ഇരട്ടി കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ 100% ഉറപ്പ് തരുന്നു. കാരണം ഞാൻ തന്നെയാണ് മെജോറിറ്റി ക്ലാസ്സസ് എടുക്കുന്നത്. എൻ്റെ ഒരു ഡെഡിക്കേഷൻ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ക്ലാസ്സുകളിലൂടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളുടെ ഫീസ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസാണ് എന്നേ ഞാൻ പറയുള്ളൂ. അതിൽ നമ്മൾ ചെറിയൊരു ഓഫർ, ഒരു 500 റുപ്പീസിൻ്റെ ഓഫർ ഹോം മേക്കേഴ്സ് കമ്പാനിയൻ ബാച്ചിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു ഹൈബ്രിഡ് ബാച്ചിനും ഒരു ചെറിയ ഓഫർ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും പഠിക്കാൻ എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു കുഞ്ഞി ഓഫർ ഞാൻ ഇനിയും നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് മീരാസ് ഇംഗ്ലീഷ് ഹബ് മറ്റ് ആപ്പുകളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ അഫോർഡബിൾ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾമെന്റ്സ് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാൾമെന്റ്സ് ഇപ്പോൾ 3 ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ നമ്മളുടെ ബാച്ചസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. HSC ഇംഗ്ലീഷിന്റെ ഹൈബ്രിഡ് ബാച്ചസ് എന്താണ് എന്ന് എല്ലാവർക്കും സംശയമുണ്ട്. അതായത് 180 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ പോകുന്ന നമ്മളുടെ 3+3=6 എന്ന് പറയുന്ന ഫോർമുല, റാങ്ക് മേക്കർ സ്ട്രാറ്റജി ഉൾപ്പെടുത്തിയിട്ടുള്ള ഹൈബ്രിഡ് ബാച്ചസ് ആണ് HSC ഇംഗ്ലീഷിന്റെ ഹൈബ്രിഡ് ബാച്ചസ് എന്ന് പറയുന്നത്. പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചസ് ആണ്. ഓക്കെ, അപ്പോൾ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചസിന്റെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇവിടെ അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ജനറൽ പേപ്പർ, അതുപോലെ തന്നെ പാർട്ട് ബി ലിറ്ററേച്ചറും ഒരു സാൻഡ്വിച്ച് സ്റ്റഡി പ്ലാനിലൂടെയാണ് നമ്മൾ പഠിപ്പിച്ചു പോകുന്നത്. കൂടാതെ ഹൈബ്രിഡ് ബാച്ച് 4 ആണ് നമ്മൾ ഹോം മേക്കേഴ്സിന് സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ സ്റ്റഡി പ്ലാൻ ആണ് പോകുന്നത്. ഈ 180 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ സെയിം അല്ല ഇവിടെ പോകുന്നത്. ഇവിടെ കുറച്ചുകൂടി സ്ലോ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് പോകുന്നത്. അത് പതുക്കെ പതുക്കെ ആയിരിക്കും കൂടുതൽ പോർഷൻസ് ഉൾപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ ലിറ്ററേച്ചർ ഒൺലി ബാച്ചസ് ഉണ്ട്. ഈ ലിറ്ററേച്ചർ ഒൺലി ബാച്ചസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസ്, എൻ്റെ ആപ്പ് ഒരു പുതിയ ആപ്പ് ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പേർക്ക് അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ആപ്പുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളവർ റിക്വസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലിറ്ററേച്ചർ ഒൺലി ബാച്ചസ് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ബാച്ചസിൽ ഇൻസ്റ്റാൾമെന്റ്സ് അവൈൽ ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് 1 ടൈം പേയ്മെന്റ് ആണ് ചെയ്യേണ്ടത്. ഇൻസ്റ്റാൾമെന്റ്സ് ഇല്ല. ഓക്കെ, ലിറ്ററേച്ചർ ഒൺലി ബാച്ചസ്. കൂടാതെ 150 ഡേയ്സിന്റെ റെക്കോർഡഡ് ക്ലാസ് മാത്രം കിട്ടുന്ന ബാച്ചസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഹൈബ്രിഡ് ബാച്ച് 5 പ്രീമിയം മെന്റർഷിപ്പ് ബാച്ച് ആയിട്ടുള്ള ഈ 150 ഡേയ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു സ്റ്റഡി പ്ലാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹൈബ്രിഡ് ബാച്ചസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നെക്സ്റ്റ് മൺഡേ ഓൺവേർഡ്സ് കേട്ടോ. അതുപോലെ ജനറൽ പേപ്പർ മാത്രം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ജനറൽ പേപ്പർ ഉള്ള ബാച്ചസും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് കോഴ്സസ് ആണ് നമ്മളുടെ ആപ്പിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെയൊക്കെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ. അതുപോലെ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കാരണം DRB ഡെയിലി റാങ്ക് ബൂസ്റ്റർ സെഷൻസ് ഉണ്ട്. ഡെയിലി റാങ്ക് ബൂസ്റ്റർ സെഷൻസ് DRB നടക്കുന്നുണ്ട്. DRBയിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല ചോദ്യങ്ങൾ കാണാനായിട്ടും അത് അറ്റംപ്റ്റ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ എല്ലാവരും ആപ്പും ഡൗൺലോഡ് ചെയ്യുക. പിന്നെ കോഴ്സിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പറും എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. HSC ഇംഗ്ലീഷിന്റെ 150 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ 150 ഡേയ്സ് എന്ന് പറയുമ്പോൾ മാർച്ച് ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. ഓക്കെ, ജൂൺ ജൂലൈ ആകുമ്പോഴേക്കും നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നീട് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റിവിഷൻ, എക്സ്ട്രാ റിവിഷൻ, അതായത് നമ്മൾ ഈ 150 ഡേയ്സിൽ ജസ്റ്റ് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്ത് പോയിട്ടുള്ളതല്ല, റിവിഷൻ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഈ പ്ലാനിന്റെ ഹൈലൈറ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ജസ്റ്റ് ഇതായിട്ടുള്ളൊരു പ്ലാൻ അല്ല, റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ളൊരു പ്ലാൻ ആണ്.
അപ്പോൾ ഇവിടെ ഡേ 1, അതായത് നമ്മൾ ആദ്യം ഒരു കോഴ്സ് തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. ആദ്യം തന്നെ ഞാൻ പോയിട്ട് ലിറ്റററി ക്രിറ്റിസിസം ഒക്കെ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു എക്സാമിനോട് തന്നെ ഒരു വെറുപ്പ് ഒരു പക്ഷേ വന്നേക്കാം. അതുപോലെ തന്നെ മാർക്സ് കൂടുതൽ സ്കോർ ചെയ്യുന്ന ഏരിയാസ് വേണം നമ്മൾ ആദ്യം കൊടുക്കാനായിട്ട്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഷേക്സ്പിയറിന്റെ സോണറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ടീച്ചിങ് മെത്തഡോളജിയുടെ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഇതെന്തിനാണ് ആദ്യം കൊടുത്തിരിക്കുന്നതെന്ന് ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കാം. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ഈ മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസിൽ നിന്നും ഉറപ്പായിട്ടും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അതെല്ലാം പഠിച്ചോളൂ. അതൊക്കെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആ ഒരു രീതിയിൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ബൈലിംഗ്വൽ മെത്തേഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി സെക്കൻഡ്, വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആണ്. അതൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന പോമാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ അതിനൊന്നും കൂടുതൽ ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് ഈ ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് പഠിച്ചു പോകേണ്ട ഒരു വീക്കാണ്. ആ ഒരു ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യണം. ജോയിൻ ചെയ്തു, ഒരു കോഴ്സിൽ നമ്മളിപ്പോൾ ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അത് ഒരാഴ്ച ആദ്യം നമ്മൾക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റണം. എന്നാൽ മാത്രമാണ് സെക്കൻഡ് വീക്കിലോട്ട് നമ്മൾക്ക് ആ ഒരു എനർജിയോടുകൂടി തന്നെ മുന്നോട്ട് വരാൻ പറ്റുക, അല്ലേ? അപ്പോൾ ഇവിടെ ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ലിംഗ്വിസ്റ്റിക്സ് ആണ്. ഈ ലിംഗ്വിസ്റ്റിക്സ് അവസാനത്തോട്ടൊന്നും മാറ്റിവെക്കാനായിട്ട് പറ്റില്ല. കാരണം ആദ്യം തന്നെ നമ്മൾ പഠിച്ചു പോകുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. അതിലൊരു റിവിഷൻ, റിവിഷൻ ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഓർഗൻസ് ഓഫ് സ്പീച്ച് കൊടുത്തിരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി തേർഡ്, ഓഫ് സ്റ്റഡീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഓഫ് സ്റ്റഡീസും പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഡയറക്റ്റ് മെത്തേഡ്, ഓർഗൻസ് ഓഫ് സ്പീച്ചിന് 2 ദിവസം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡേ 4ലോട്ട് വരുമ്പോൾ പിന്നെയും വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്. ഈ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പോം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ കാനനൈസേഷൻ ആണെങ്കിലും വാലഡിക്ഷൻ ആണെങ്കിലും ജോൺ ഡണ്ണിന്റെ പോംസ് എല്ലാവരും ഫെമിലിയർ ആണ്. അതുകൊണ്ട് അത് 2 ദിവസം കൊണ്ടൊക്കെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോൾ എല്ലാ പോയിന്റ്സും നമുക്ക് കിട്ടുന്നു. ഇനി സ്ട്രക്ചറൽ, ഓറൽ, സിറ്റുവേഷണൽ അപ്രോച്ച്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച്. ഈ ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച് ഒക്കെ ശ്രദ്ധിച്ചോളണം. ഇവിടെ നിന്ന് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സജസ്റ്റോപീഡിയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്നും ചോദ്യങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് ഈ ആദ്യം നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കും പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ടോപ്പിക്സിൽ നിന്നും ഒരു 3 മാർക്ക് നിങ്ങൾക്ക് ഈ എക്സാമിന് പ്രതീക്ഷിക്കാം. കാരണം ഫ്രാൻസിസ് ബേക്കണിനെ ബേസ് ചെയ്തൊരു ചോദ്യം ഉണ്ടാവും, ഡണ്ണിനെ ബേസ് ചെയ്തൊരു ചോദ്യം ഉണ്ടാകും, ഷേക്സ്പിയറിനെയും ബേസ് ചെയ്തുണ്ടാവും. ഷേക്സ്പിയർ ചിലപ്പോൾ ഇനി മാക്ബത്ത് ആകുമോ അറിയില്ല. സോണറ്റ് 121 നിന്നും വരാം, ഏതും ചോദിക്കാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസിൽ നിന്നും വരാൻ ചോദ്യം. അപ്പോൾ അങ്ങനെ ഈ 1 വീക്ക് നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് 3 മാർക്ക് സെറ്റ് ആകുന്നു എന്നതാണ് ഈ ഒരു പ്ലാനിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മളൊന്ന് കുറച്ച് ഒരു തണുത്ത ഏരിയയിലോട്ടൊന്ന് പോവുകയാണ്. അതായത് നമ്മുടെ ജനറൽ പേപ്പറിൽ ടീച്ചിങ് മെത്തഡോളജി ഒട്ടും മാറ്റി നിർത്താൻ പറ്റില്ല, അല്ലെ? 20 മാർക്സ് ആണ്. അതിൽ 5 മാർക്ക് ടീച്ചിങ് മെത്തഡോളജിക്കാണ് ഉള്ളത് എന്ന് ഓർത്തിരിക്കുക. ഈ ഹിസ്റ്ററി ആൻഡ് കൺസെപ്ച്വൽ ഡെവലപ്മെന്റ് ഒക്കെ ഒരു കഥ പോലെയാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ ആ ഒരു റഫ്നെസ് ഒന്നും അവിടെ തോന്നില്ല. അതുപോലെ തന്നെ നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്, മീനിങ്, നേച്ചർ, സ്കോപ്പ് ഓഫ് ദി സബ്ജക്റ്റ്. ഈ ടീച്ചിങ് മെത്തഡോളജി സബ്ജക്റ്റ് വൈസ് ഡിഫറെൻ്റ് ആണ്. അത് മനസ്സിലാക്കി വേണം നിങ്ങൾ ക്ലാസ്സസ് കേൾക്കുമ്പോൾ. കോമൺ ക്ലാസ്സസ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ പലയിടത്തും പോകുന്നതായിട്ടൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ ഇത് സബ്ജക്റ്റ് ഓറിയന്റഡ് ആണ് എന്ന് മനസ്സിലാക്കുക. നീഡ്, സിഗ്നിഫിക്കൻസ്, അതുപോലെ തന്നെ കോറിലേഷൻ വിത്ത് അതർ സബ്ജക്റ്റ്, കോറിലേഷൻ വിത്ത് അതർ സബ്ജക്റ്റ് ആൻഡ് ലൈഫ് സിറ്റുവേഷൻ. ഇതാണ് നമ്മൾ ജനറൽ പേപ്പറിൽ നിന്ന് നെക്സ്റ്റ് വീക്ക് പഠിക്കുന്നത്. അതുപോലെ മിൽട്ടന്റെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, കീറ്റ്സിന്റെ ഓഡ് ഓൺ എ ഗ്രേഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ കുറച്ച് ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുക. അതുപോലെ ടെന്നിസന്റെ യുലിസിസും 2 ദിവസം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും കിട്ടുന്ന ഏരിയാസ് ആണ്. അതാണ് നമ്മളിവിടെ 10ാമത്തെ ദിവസം വരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്കൊരു 3 മാർക്സ് കിട്ടുന്ന ഏരിയ തന്നെയാണ്. അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആണ്. അതിൽ വവൽ സൗണ്ട്സും കൺസണന്റ് സൗണ്ട്സും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ഏരിയ ലിംഗ്വിസ്റ്റിക്സിന് ബേസ് ചെയ്ത് നിങ്ങൾക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ലിംഗ്വിസ്റ്റിക്സിലും ഒരു ബേസ് സെറ്റ് ആകുന്നു എന്നതാണ് ഈ ഡേ 10 വരെ എത്തുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് അങ്ങോട്ട് ബൂസ്റ്റ് ആകും. അതാണ് ഈ ഡേ 10 വരെയുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളത്
ഈ ആർട്ടിക്കിൾസ്, പ്രപ്പോസിഷൻ, ക്വസ്റ്റ്യൻ ടാഗ് ഇതൊക്കെ ആദ്യം കൊടുക്കുന്നത്. ഇതൊക്കെ എല്ലാവരും പഠിച്ചതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് പഠിക്കുക. അല്ലാതെ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ പഠിച്ച് ആദ്യത്തെ ദിവസങ്ങളൊക്കെ നല്ല എനർജി ഉള്ള ദിവസങ്ങളൊക്കെ നമ്മൾ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരെ നമ്മളുടെ അറ്റൻഷൻ സ്പാനൊക്കെ കുറഞ്ഞ് ആകെ ലേസി ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും അതിലും നല്ല ടോപ്പിക്സ് പഠിക്കേണ്ടി വരിക. അതുകൊണ്ട് ഡേ 11ൽ നമ്മൾ മൈ ലാസ്റ്റ് ടച്ചസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഏരിയയാണ്. അതുപോലെ അർണോൾഡിന്റെ ഡവോ ബീച്ച് നിങ്ങൾക്ക് കാണാം. അതുപോലെ റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഹോം ബറിയലും കാണാനായിട്ട് പറ്റും. അതിനൊരു ദിവസമേ കൊടുത്തിട്ടുള്ളൂ. അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഫോമാണ്. കൂടുതൽ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഡവോ ബീച്ചിനെയും മൈ ലാസ്റ്റ് ഡച്ചസിനെയും കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി. ഇനി സ്ട്രെസ്, റിതം, ഇൻറ്റോണേഷൻ ആണ്. ഇവിടെ നിന്നും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഓർഗൻസ് ഓഫ് സ്പീച്ച് കണ്ടു, ക്ലാസിഫിക്കേഷൻ ഓഫ് സൗണ്ട്സ് കണ്ടു. ഇനി സ്ട്രെസ്, റിതം ആൻഡ് ഇൻറ്റോണേഷൻ ആണ്. ഇവിടെയും നിങ്ങൾക്ക് ഒരു മാർക്ക് ലിംഗ്വിസ്റ്റിക്സിൽ പ്രതീക്ഷിക്കാം. പിന്നെ ഗ്രാമറിലോട്ട് വരുമ്പോൾ എന്തായാലും ആർട്ടിക്കിളും പ്രപ്പോസിഷനും മാറ്റി നിർത്താൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ 15 ദിവസം കൊണ്ട് നിങ്ങൾ ഒരു 7 മാർക്കോളം സെറ്റ് ആക്കി എന്നതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 2 വീക്സ് കഴിഞ്ഞു അല്ലേ? 15 ദിവസമായി. ഇനി ഡേ 16 ആൻഡ് 17 നിങ്ങൾ ഈ 2 വീക്സിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെയാണ് നമ്മളുടെ സാൻഡ്വിച്ച് പ്ലാൻ വർക്ക്ഔട്ട് ആകുന്നത്. അതായത് ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുകയാണ് അല്ലേ? റിവിഷൻ ഇതിന്റെ കൂടെ തന്നെ പോകുന്നു എന്നതാണ് ഈ സ്റ്റഡി പ്ലാനിന്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡേ 18 ആകുമ്പോൾ ഗ്ലാസ് മെനാജറി എന്ന് പറയുന്ന വർക്കാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അകലെ സിനിമ, പൃഥ്വിരാജിന്റെ അകലെ സിനിമയൊക്കെ ആ ഒരു ടൈമിന് കാണാം. അല്ലെങ്കിൽ ഗ്ലാസ് മെനാജറിയുടെ ഏതെങ്കിലും ഫിലിം അഡാപ്റ്റേഷൻ കാണാനായിട്ട് പറ്റും. അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് വൈബ് നിലനിർത്താനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അതിൻ്റെ കൂടെ ക്ലോസസ് കൊടുത്തിട്ടുണ്ട് ഗ്രാമറിൽ പഠിക്കാനായിട്ട്. പിന്നെ നമ്മളുടെ ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ്, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്റ്റീഫൻ ക്രാഷിന്റെ തിയറി. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ചോദ്യം ഈ ഒരു ഏരിയയിൽ നിന്നും പ്രതീക്ഷിക്കാം. ഒന്നെങ്കിൽ സ്റ്റീഫൻ ക്രാഷിന്റെ ബേസ് ചെയ്ത അദ്ദേഹത്തിന്റെ തിയറി, അല്ലെങ്കിൽ ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗിന്റെ ഡിഫറൻസ് ചോദിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അവിടെയും മാർക്സ് ഉറപ്പാകുന്നു. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും AG ഗാർഡനറിന്റെ ഓൺ ദി റൂൾ ഓഫ് ദി റോഡ് ആണ്. അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ പഠിച്ചുകൊള്ളുക. നമുക്ക് PSCക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ടോപ്പിക് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, റോഡിനെ ബേസ് ചെയ്തും അവിടെ ട്രാഫിക് റൂൾസിനെ ബേസ് ചെയ്തൊക്കെ തുടങ്ങിക്കൊണ്ട് എങ്ങനെ നമ്മൾ സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നൊരു വർക്കാണ്, ഒരു എസ്സേ ആണ് ഈ ഓൺ ദി റൂൾ ഓഫ് ദി റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഡേ 20 വരെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് നമ്മൾ പിന്നെയും ജനറൽ പേപ്പറിലോട്ടൊന്ന് തിരിഞ്ഞു വരികയാണ്. അതായത് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, വാല്യൂസ് ഓഫ് ടീച്ചിങ്, കുറച്ച് ടഫായിട്ടുള്ള ഏരിയയിലോട്ട് പോകുന്നു. ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, പെഡഗോജിക് അനാലിസിസ്, അത് 2 ദിവസം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഒന്നിരുന്ന് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഇപ്പുറത്ത് നമ്മൾ അബോർജിനൽ ഓസ്ട്രേലിയ മാത്രമാണ് നമ്മളുടെ ജാക്ക് ഡേവിസിന്റെ അബോർജിനൽ ഓസ്ട്രേലിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്ത് പോയിട്ടുള്ളത്. ശരിക്കും അവരുടെ ആ ഒരു ജീവിതത്തെ തൊട്ടറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും നമ്മളുടെ ആ ഒരു വർക്കിലൂടെ കടന്നു പോകുമ്പോൾ. പിന്നെ നസീം എസീക്കിയലിന്റെ നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയൻ ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഇതിനെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു സ്കോർപ്പിയൻ വന്നു ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ കാണരുതും. അങ്ങനെയല്ല ആ ഒരു പോം പഠിക്കേണ്ടത്. അത് അദ്ദേഹത്തിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടുമായിട്ടൊക്കെ എന്തുകൊണ്ട് ഇന്ത്യൻ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള ബിലീഫ്സിനെ അദ്ദേഹം ഇങ്ങനെ മോക്ക് ചെയ്യുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു പോമിനെ അടുത്തറിയാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മുടെ ടേംസ് ആൻഡ് മൂവ്മെന്റ്സിലെ ക്ലാസിസിസം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലിംഗ്വിസ്റ്റിക്സിലെ ഫൊണോളജിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 21 എത്തുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ആയിട്ടുണ്ട്. കൂടാതെ ബ്രെയിൻ ട്രെയിൻഡ് ആണ്. കൂടുതൽ പഠിക്കാനായിട്ട്, കൂടുതൽ നോളജിന് വേണ്ടിയിട്ട് തേഴ്സ്റ്റി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. എന്ത് പഠിച്ചാലും അത് നമ്മുടെ ബ്രെയിൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. വളരെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തും കൊടുത്തോളൂ, അതെല്ലാം ആക്സെപ്റ്റ് ചെയ്തോളും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഈ
20 to 25 വരെ നിങ്ങൾ ആകെ കുറച്ച് ഒന്ന് നമ്മളുടെ ബ്രെയിൻ ഒന്ന് ടയേർഡ് ആയിട്ടുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വന്നപ്പോൾ ഒരു ചെറിയൊരു ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ 26 to 30 വരെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓൾറെഡി PSCക്ക് വേണ്ടി എല്ലാവരും പഠിച്ചിട്ടുള്ളതായിരിക്കും അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. 5 മാർക്സ് ഉറപ്പായിട്ടും ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കേരള റിനൈസൻസ് ഒരു കഥ പോലെയാണ് നമ്മൾ എടുത്തു പോയിട്ടുള്ളത്. ആ കഥ പോലെ എടുത്തു പോയിട്ടുള്ളതിൽ ഒരു 10 റിനൈസൻസ് ലീഡേഴ്സിനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ടയേർഡ് ആയിട്ടുള്ള ബ്രെയിൻ പിന്നെയും ആ ഒരു എനർജൈസ്ഡ് ആയിട്ട് തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കൂടെ നിങ്ങൾ കുറച്ച് ടഫായിട്ടുള്ള മോർഫോളജി പഠിച്ചു പോകുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ മോർഫോളജി മാത്രമാണ് ഇത്ര ടഫായിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിപ്പോൾ വീട്ടു ജോലിയൊക്കെ ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്കിത് ജസ്റ്റ് ഹെഡ്ഫോൺ വെച്ച് കേട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ടയേർഡ് ആയിട്ടുള്ള ബ്രെയിനിനെ നമ്മൾ ഒന്നുകൂടി എനർജൈസ് ചെയ്തെടുത്തുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കുക. അടുത്തത് റിവിഷന്റെ ഒരു ഉത്സവമാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങൾ ഓൾറെഡി 30 ദിവസം പഠിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ 30 ദിവസം ആദ്യം നമ്മളൊരു പീക്കിൽ പഠിച്ചു ഭയങ്കര പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ അതിങ്ങനെ നമ്മൾക്ക് ആ ഒരു ഗ്രാഫൊക്കെ പോകുന്നത് കാണാം. അവിടെ നമ്മളതിനെ എനർജൈസ് ചെയ്തെടുത്തു. ഇനി നമ്മളൊന്ന് റിവൈസ് ചെയ്യുക. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് തറവാവണ്ടേ. അപ്പോൾ ഇവിടെ ഒരു 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ഓൾറെഡി 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഡേ 31 ഇവിടെ 30 ദിവസം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എത്ര ദിവസം കൊണ്ട് റിവൈസ് ചെയ്യുന്നു? 5 ദിവസം കൊണ്ട് റിവൈസ് ചെയ്യുന്നു. 3 ടോപ്പിക്സോ 4 ടോപ്പിക്സോ അത് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ 35 വരെ റിവിഷന്റെ ഉത്സവം. അപ്പോൾ നമ്മുടെ ടയേർഡ് ആയിട്ടുള്ള ബ്രെയിനിനെ നമുക്കൊന്നുകൂടി എനർജൈസ് ചെയ്ത് ഈ ഗ്രാഫ് ഒന്ന് ഉയർത്തി കൊണ്ടുവരാനായിട്ട് നമ്മൾക്ക് പറ്റും അല്ലേ. ഇനി ഡേ 36 നമ്മൾ വരികയാണ്. അവിടെയും നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കാണാനായിട്ട് സാധിക്കും. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മുതൽ സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ്, പാർലമെന്റ്, ജുഡീഷ്യറി, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി ഈ ടോപ്പിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മളുടെ 10 റിനൈസൻസ് ലീഡേഴ്സ് ഓൾറെഡി നമ്മൾ 10 പേരെ പഠിച്ചു അല്ലേ. കഥ പോലെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ കഥ പോലെ 10 പേരെ കൂടി പഠിക്കും. 20 റിനൈസൻസ് ലീഡേഴ്സ് ഉറപ്പായിട്ടും നിങ്ങളുടെ HSC ഇംഗ്ലീഷിന്റെ വഴിത്തിരിവായിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പഠിച്ചു പോവുക. അല്ലാതെ നമ്മൾ ഈ കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാളും നല്ലത് കഥ പോലെയൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റുക. കൂടാതെ ഇതിൻ്റെ കൂടെ നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ സിൻടാക്സും സെമാൻറ്റിക്സും കൊടുത്തിരിക്കുന്നു. അത് മാത്രമേ ഇവിടെ ഇത്തിരി ടഫായിട്ട് വരുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. ഓൾറെഡി നിങ്ങൾ പല PSC എക്സാംസിനും വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ ഡേ 40 എത്തി നിൽക്കുന്നത്. ഇനി നമ്മളൊന്ന് ജനറൽ പേപ്പറിലോട്ട് പിന്നെയും പോവുകയാണ്. കുറച്ച് കഷ്ടപ്പെടണം. ഓക്കെ, പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ മൾട്ടിപർപ്പസ് യൂസ് ആണ്. പല എക്സാംസിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് സെക്കൻഡറി ലെവൽ, അതുപോലെ തന്നെ പിയാഷെ, ബ്രൂണർ, ഗാഗ്നെ, വൈഗോട്സ്കി. കൂടാതെ ഇതിൻ്റെ കൂടെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സും ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാവരും പഠിച്ചിട്ടുള്ള എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചോദിച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന പോമാണ്. പിന്നെ WB Yeatsന്റെ എ പ്രേയർ ഫോർ മൈ ഡോട്ടറും എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഓക്കെ, അതും സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചോദിച്ചാൽ 1 മാർക്ക് ഉറപ്പാണ് കേട്ടോ. ഒരു ചോദ്യം അവിടെ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കും. ഈ WB Yeatsഉം ചോദിക്കാൻ ചാൻസ് ഉള്ള വർക്ക് തന്നെയാണ്, പഠിച്ചോളൂ. എന്നാൽ എലിജി എന്തായാലും ഒഴിവാക്കില്ല. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ഒരാളുടെ ആ ഒരു വ്യക്തി ഒരിക്കലും എലിജി ഒഴിവാക്കാനായിട്ടുള്ളൊരു ചാൻസ് കുറവാണ്. അപ്പോൾ ഇവിടെ പിയാഷെ, ബ്രൂണർ, ഗാഗ്നെ, വൈഗോട്സ്കി പഠിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷിൽ ബിഹേവിയറിസം, കൺസ്ട്രക്റ്റിവിസം അതൊക്കെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയും കുറച്ചൊരു ഹെൽപ്പ് ആകുന്നു എന്നതാണ്, അതിന് ഒരു ബേസ് വരുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷിലോട്ട് പോകാം. ഇത് വലിയ ടഫായിട്ടല്ലാതെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, കൺസ്ട്രക്റ്റിവിസം ഒക്കെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ
46 to 50 വരെ കൊടുത്തിട്ടുള്ളത് ബിഹേവിയറിസവും കോഗ്നിറ്റീവിസവുമാണ്. കൂടാതെ നിങ്ങൾ പഠിച്ച് ബോറടിച്ചിരിക്കുന്ന നമ്മൾ ടെൻസസ് ആണ്. അപ്പോൾ ടെൻസസിലെ വളരെ വ്യത്യസ്തമായ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ ഫ്രേസൽ വേർബ്സ് ഒക്കെ ഒന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തെടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമ്മുടെ രസാ തിയറി എന്ന് പറയുന്നത്. രസാ തിയറി വളരെ രസകരമായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. കൂടാതെ 2 ടേംസ് കൂടി നമ്മൾ ഓൾറെഡി ക്ലാസിസിസം പഠിച്ചു അല്ലേ. അപ്പോൾ നിയോ ക്ലാസിസിസം കൂടാതെ റൊമാൻറ്റിസിസം വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം. ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയും നിങ്ങൾക്കൊരു 3-4 മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ 50 ദിവസം പിന്നിട്ടു. ഓക്കെ, 50 ദിവസം എന്ന് പറയുമ്പോൾ 150 ഡേയ്സിന്റെ പ്ലാൻ ആണ്. ഇനി 100 ഡേയ്സ് കൂടിയാണ് നമ്മൾക്ക് ബാക്കിയുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ 50 ദിവസം പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് റിവൈസ് ചെയ്യണ്ടേ. ഓൾറെഡി നമ്മളൊരു റിവിഷൻ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് 35 കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 2 വീക്സിന്റെ കാര്യങ്ങൾ റിവൈസ് ചെയ്താൽ മതി. 51 52 ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇബ്സന്റെ ഡോൾസ് ഹൗസിലോട്ട് വരാം. വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം. നമ്മളൊരു മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആപ്പിൽ. അത് ഞാൻ ഇവിടെ പറയുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ നമ്മളുടെ ആപ്പിന്റെ സീക്രട്ടുകളാണ്. അതുപോലെ നമ്മളുടെ ബെർണാഡ് ഷോയുടെ പിഗ്മാലിയൻ, കൂടാതെ കുറച്ച് നമ്മളുടെ ഇത് കൊടുത്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള വർക്കും ധ്വനി എന്ന ടോപ്പിക്കാണ് കൊടുത്തിട്ടുള്ളത്. ധ്വനിയും ഹ്യൂമനിസവും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 55 വരെ പഠിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അടുത്തതായിട്ട് നമ്മളുടെ ലിറ്റററി ക്രിറ്റിസിസത്തിലെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഏരിയാസ് ആണ് അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേർഡ്സ്വർത്തിന്റെ പ്രിഫേസ് ടു ലിറിക്കൽ ബാലറ്റ്സ് എന്ന വർക്കും അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഉറപ്പായിട്ടും 2 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്നും പ്രതീക്ഷിക്കാം. ലിറ്റററി ക്രിറ്റിസിസം ഏരിയ. ഇവിടെ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കില്ല എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. പക്ഷെ 5 മാർക്ക് ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. അപ്പോൾ ഈ 5 മാർക്സിന്റെ ചോദ്യം ഒരു പക്ഷേ റാങ്ക് നിർണ്ണയിക്കുന്ന ചോദ്യങ്ങളാകാം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ചോളൂ. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ ലിറ്റററി ക്രിറ്റിസിസത്തിന് നിങ്ങൾക്ക് ആൻസർ കൊടുക്കാനേ സാധിക്കില്ല. അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമാണ് ഈ ഒരു ഏരിയ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ കൂടിയാണ്. അത് ആ ഒരു രീതിയിൽ പഠിച്ചെടുക്കണം. ഇനി നമ്മളുടെ ഓൾഡ് മാൻ ആൻഡ് ദി സീ ആണ്. ഒരു എനർജി നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വർക്കാണ് ഓൾഡ് മാൻ ആൻഡ് ദി സീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ മൈൻഡൊക്കെ ഒന്ന് ഡള്ളായിട്ടിരിക്കുകയാണ് ഇതൊക്കെ പഠിച്ച് എങ്കിൽ നമുക്ക് ഓൾഡ് മാൻ ആൻഡ് ദി സീ കൊടുക്കാം. ഓക്കെ, അതൊന്ന് വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കൂ. കൂടാതെ ഷെല്ലിയുടെ ടു എ സ്കൈലാർക്ക് കൂടിയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനിലെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അഡ്വക്കേറ്റ് ജനറൽ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, UPSC, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ ഡേ 60 വരെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾക്ക് വുതറിംഗ് ഹൈറ്റ്സ് ആവാം. എല്ലാവർക്കും കുറച്ച് നമ്മൾ ഗ്ലാസ് മെനാജറി ഒക്കെ വായിച്ച ആ ഒരു ഫീൽ തന്നെ ആയിരിക്കും. അതുപോലെ വുതറിംഗ് ഹൈറ്റ്സ് അതിലും രസകരമായിട്ട് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാം. പിന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹ്യൂമാനിറ്റീസ് വേഴ്സസ് സയൻസ് എന്ന് പറയുന്ന ഡോക്ടർ രാധാകൃഷ്ണന്റെ എസ്സേ, ആ ഒരു സ്പീച്ചാണത്. അത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ചോദ്യങ്ങൾ ഉറപ്പാണ്. ഓക്കെ, ഇത് 3 ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയയാണ്. ഇതിന്റെ കൂടെ കോളറിഡ്ജിന്റെ നമ്മളുടെ ബയോഗ്രഫിയ ലിറ്റററിയ ചാപ്റ്റർ 14 ഉണ്ട്. അർണോൾഡിന്റെ സ്റ്റഡി ഓഫ് പോയട്രി ഉണ്ട്. റിയലിസം ഉണ്ട്. മാജിക്കൽ റിയലിസം ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഇപ്പോഴത്തെ ഫിലിംസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഈ റിയലിസം, മാജിക്കൽ റിയലിസം ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. ഇതിന്റെ കൂടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ജനറൽ പേപ്പറിലെ ടീച്ചിങ് മെത്തഡോളജി ആണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസ്, മോട്ടിവേഷൻ, മാക്സിംസ് ഓഫ് ടീച്ചിങ്, മോഡൽസ് ഓഫ് ടീച്ചിങ്, ടെക്നിക്സ് ഓഫ് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഈ 65 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ടോപ്പിക്കിൽ നിന്നും 3 മാർക്കിന്റെയൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഡേ 65 വരെ നിങ്ങൾ വളരെ നന്നായിട്ട് തന്നെയാണ് പഠിച്ചു മുന്നേറുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇനി മൈൻഡിന് റിലാക്സേഷൻ കൊടുക്കേണ്ട ഒരു ടൈമാണ് റിവിഷൻ പീരീഡ് അല്ലേ. 66ഉം 67ഉം ഈ 2 വീക്സിന്റെ ടോപ്പിക്സ് റിവൈസ് ചെയ്യേണ്ട ടൈമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്ന് പറയുന്ന പോം പഠിക്കാം. റൈഡേഴ്സ് ടു ദി സീ, ഇത് സിമ്പിൾ അല്ലേ. റൈഡേഴ്സ് ടു ദി സീ പഠിച്ചെടുക്കുക. അതുപോലെ എലിയറ്റിന്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് വളരെ നന്നായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്.
അതും പഠിക്കുക. അപ്പോൾ ഇവിടെ ഈ വീക്ക് ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു വീക്ക് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പ് തരാനായിട്ട് പറ്റും. കൂടാതെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മളുടെ ഇത്രയും എന്താ പറയുക വേർഡ്സ്വർത്തിന്റെ ടിൻടൺ ആബി, ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വർക്കാണ്, ഒരു ഫിലോസഫിക്കൽ വർക്കാണ്, കുറച്ച് ബോറിംഗ് ആയിരിക്കും, എന്നാലും അത് പഠിച്ചെടുക്കുക. 2 ദിവസം കൊണ്ട്, കൂടുതൽ സമയമൊന്നും അതിന് വേണ്ടിയിട്ട് ടൈം കളഞ്ഞിരിക്കേണ്ട, കാരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വർക്ക്സ് പിന്നെ വേറെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. AK രാമാനുജന്റെ ഒബിച്വറി, മീന അലക്സാണ്ടറിന്റെ ഹൗസ് ഓഫ് 1000 ഡോർസും നോക്കുക. ഓക്കെ, ഇതാണ് ലിറ്ററേച്ചറിൽ ചെയ്യേണ്ടത്. ഇനി നമ്മളുടെ സൊഷോറിന്റെ നേച്ചർ ഓഫ് ദി ലിംഗ്വിസ്റ്റിക് സൈൻ, നമ്മുടെ ലിറ്റററി ക്രിറ്റിസിസത്തിലോട്ട് നമ്മളൊന്ന് ഡെപ്തിൽ പോവുകയാണ്. കൂടാതെ ഷോവോൾട്ടറിന്റെ ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ് എന്ന് പറയുന്ന നമ്മളുടെ എസ്സേയുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ടേംസിലോട്ട് ഇത്തിരി ഡെപ്തിൽ പോകുന്നുണ്ട്. ഇവിടെ നാച്ചുറലിസം, സിംബലിസം, റഷ്യൻ ഫോർമലിസം, മാർക്സിസം, സ്ട്രക്ചറലിസം 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് പഠിക്കാനുള്ളത് കൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഈ മാർക്സിസം ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോയാൽ മതി, ഇതിൽ നിന്നൊന്നും ചോദ്യം കൂടുതൽ വരാൻ സാധ്യതയില്ല. റഷ്യൻ ഫോർമലിസം പഠിച്ചോളൂ, നമ്മളുടെ നാച്ചുറലിസം, സിംബലിസം ഒക്കെ ഒന്ന് നോക്കുക. സ്ട്രക്ചറലിസത്തിൽ നിന്നും ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, ഡേ 76 ആയി. പോസ്റ്റ് സ്ട്രക്ചറലിസം, അതുപോലെ ഡീകൺസ്ട്രക്ഷൻ. ഇവിടെ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ബ്രെയിൻ, ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ കൂടുതൽ സ്വീകരിക്കാനായിട്ട് പ്രാപ്തനാണ്. അതുകൊണ്ട് തന്നെ നമുക്കിനി ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഡീകൺസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഷേക്സ്പിയറിന്റെ മാക്ബെത്ത് വായിച്ച് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. കൂടാതെ യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റ്, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ ഒരു ക്ഷീണം ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക് കൂടി നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഡേ 80 വരെ നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ പിന്നെയും 2 വീക്സ് കടന്നു, അതുകൊണ്ട് തന്നെ റിവിഷൻ അത്യാവശ്യമാണ്. ഈ റിവിഷൻ കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ഈ സൈക്കോ അനലിറ്റിക്കൽ ക്രിറ്റിസിസം ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കും ഒരു ബോറിംഗ് ടോപ്പിക്കും, നമ്മളുടെ വെയിറ്റിംഗ് ഫോർ ഗോധോ. ഓക്കെ, ബോറിംഗ് ടോപ്പിക് ആണെങ്കിൽ ഒരു ചോദ്യം ഇവിടെ നിന്നും പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോധോ, അതുപോലെ കൺജക്ഷൻസ് ആണ് ഗ്രാമറിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്, കൺജക്ഷൻസ്. ഓക്കെ, ഇപ്പോൾ 85 ഡേയ്സ് ആണ് നിങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ റിപ്പോർട്ടഡ് സ്പീച്ചും വോയിസ് ആണ്, നറേഷൻ. ഓക്കെ, ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. കൂടാതെ നമ്മളുടെ ലിംഗ്വിസ്റ്റിക്സിൽ ലാങ് പരോൾ, കോമ്പീറ്റൻസ്, ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. കൂടാതെ ഫെമിനിസം ഒക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കാം. പോസ്റ്റ് കൊളോണിയലിസവും കൂടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഗ്രാമർ എല്ലാവർക്കും അറിയാവുന്ന ഏരിയ ആയിരിക്കും. ഈ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് കുറച്ച് ഇൻട്രസ്റ്റ് വരും, ഒന്നുകൂടിയൊക്കെ പഠിക്കുമ്പോൾ പഴയ കാര്യങ്ങളും കോളേജിലേക്ക് അത് പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും. അതുപോലെ ഫെമിനിസം ഒക്കെ നമുക്ക് ഇപ്പോഴത്തെ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യവുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾക്കും അതിൽ എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ്സ് കൊണ്ടുവരാനായിട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ സാധിക്കണം. അങ്ങനെ ആ ഒരു രീതിയിൽ പഠിക്കുക. പോസ്റ്റ് കൊളോണിയലിസം അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 91. അപ്പോൾ ഫെമിനിസം ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിലോട്ട് വരുന്നത്. ഓക്കെ, അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് അത് കൊടുത്തത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ വോൾസോയിങ്കയുടെ നമ്മൾ പോസ്റ്റ് കൊളോണിയലിസം പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരം കൂടി ഇവിടെ കിട്ടുന്നു. ഇനി മോഡേണിസം, പോസ്റ്റ് മോഡേണിസം. ഈ പോസ്റ്റ് മോഡേണിസം ഉറപ്പായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ. പോസ്റ്റ് മോഡേണിസം ആയിരിക്കും ഒരുപക്ഷെ അവർ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ ഇത് രണ്ടും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള വർക്ക്സ് ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ലിറ്റററി ക്രിറ്റിസിസം, LC-നെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ ടാഗ് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കറിക്കുലം ഡെഫിനിഷൻ നമ്മളുടെ ടീച്ചിങ് മെത്തഡോളജിയിൽ നിന്നും കൊടുത്തിരിക്കുന്നു. നെക്സ്റ്റ് മോഡേൺ ട്രെൻഡ്സ്, ഓർഗനൈസേഷണൽ അപ്രോച്ച്, കറിക്കുലം NCF KCF. കൂടാതെ സിൽവിയ പ്ലാത്തിന്റെ ഡാഡി എന്ന പോമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഗ്രാമറിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസസ് കുറച്ച് വർക്ക്ഔട്ട് ചെയ്യുക. 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് ജസ്റ്റ് വായിച്ചൊക്കെ പോവുക. കൂടാതെ നമ്മുടെ ലിംഗ്വിസ്റ്റിക്സിലെ ലോൺ വേർഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് വലിയ എഫേർട്ട് ഇടേണ്ട കാര്യമല്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളൊന്ന് എൻഗേജ്ഡ് ആയിട്ട് അതിലിരുന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക.
100 ഡേയ്സ് കഴിഞ്ഞു അല്ലേ? ഇനി 50 ദിവസങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. ഓൾമോസ്റ്റ് ഒരു 75% പോർഷൻസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ അറ്റ് ദി പീക്കാണ് എന്ന് മനസ്സിലാക്കുക. ആ ഒരു പീക്ക് ലെവലിൽ നിൽക്കുവാണ്. അപ്പോൾ ലിസണിങ് സ്കില്ലിനെ കുറിച്ച് പഠിക്കാം. ലിസണിങ് സ്കില്ലൊക്കെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന സ്പീക്കിങ്ങും റീഡിങ്ങുമാണ്. ചോദ്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ സ്റ്റീലിൻ്റെ ട്രംപറ്റ് ക്ലബ്ബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. EM ഫോസ്റ്ററിൻ്റെ ഓൺ ടോളറൻസ് ആണ്. അതുപോലെ റീഡിങ്, പിന്നെ ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസ്, ഇവിടെയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഏരിയയാണ്. ലൈബ്രറി, ക്ലബ്, മ്യൂസിയം, വിഷ്വൽ, ഓഡിയോ വിഷ്വൽ, കമ്മ്യൂണിറ്റി റിസോഴ്സസ്, ടെക്സ്റ്റ് ബുക്ക്, വർക്ക് ബുക്ക്, ഹാൻഡ് ബുക്ക്. അപ്പോൾ ഇവിടെ ഈ 100 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഒരു 5 ദിവസം കൊടുക്കുന്നത്. ഇനി അസസ്മെന്റ് ഇവാലുവേഷൻ, ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. ജനറൽ പേപ്പറിൽ ടീച്ചിങ് മെത്തഡോളജി, ടൈപ്സ്, പ്രിൻസിപ്പിൾ, CCE, മോഡേൺ ടെക്നിക്സ്, കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. അതുപോലെ തന്നെ ദിസ് ഇസ് ദി ഫോട്ടോഗ്രാഫ് ഓഫ് മീ ആണ് ലിറ്ററേച്ചറിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഡേവിഡ് ഡയപ്പിന്റെ ആഫ്രിക്ക കൂടിയാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇംഗ്ലീഷ്, അമേരിക്കൻ, ഓസ്ട്രേലിയൻ, ഇന്ത്യൻ, നമ്മളുടെ ലിംഗ്വിസ്റ്റിക്സിൽ നിന്നും പിന്നെ സിനോണിംസ്, ആന്റോണിംസും ആണ്. കുറച്ച് ഇത്തിരി ടഫായിട്ട് തോന്നുന്ന ഒരു ഏരിയയാണ് ഈ ദിവസങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. എന്നാലും നിങ്ങൾക്കത് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു ടോപ്പിക് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഡേ 111 വരുമ്പോൾ കോമൺലി കൺഫ്യൂസ്ഡ് വേർഡ്സ്, ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ റൈറ്റിംഗ് സ്കില്ല് വരുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ യൂസസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൻ്റെ യൂസ്, ക്വാളിറ്റി ഓഫ് എ ഗുഡ് ടെസ്റ്റ്, ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ പഠിക്കണം. ജോർജ് ഓർവെലിൻ്റെ ആനിമൽ ഫാമുമാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. അപ്പോൾ ഡേ 111 to 115 എന്ന് പറയുന്നത് റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇനി 2 വീക്സിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. എഗെയിൻ നമ്മൾ 2 വീക്സിലാണല്ലോ റിവിഷൻ കൊടുക്കുന്നത്. എന്നിട്ട് ശശി ദേശ്പാണ്ഡെയുടെ റൂട്ട്സ് ആൻഡ് ഷാഡോസ് വളരെ സിമ്പിളാണ്, സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ടീച്ചിങ് ഓഫ് പ്രോസ്, ടീച്ചിങ് ഓഫ് പോയിട്രി, ടീച്ചിങ് ഓഫ് ഗ്രാമർ, സിമ്പിളാണ്, വായിച്ചു മനസ്സിലാക്കുക. പിന്നെ ആസ് എ ടീച്ചർ ഇതൊന്നും നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളല്ല, പ്രാക്ടിക്കലി നമ്മൾ സ്കൂളിൽ എംപ്ലോയ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ തന്നെ ചിന്തിക്കുക, എങ്ങനെ ഏത് രീതിയിൽ എനിക്കിത് കുട്ടികളിലോട്ട് എത്തിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ആ ഒരു മെത്തേഡായിരിക്കും ബെറ്റർ. ഈ ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി CCE ഒക്കെ പഠിച്ചത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഡേ 16 to 20 ശരിക്കും ഒരു റിലാക്സ് ചെയ്യാൻ പറ്റുന്ന വീക്കാണ് എന്ന് പറയാം. ഇനി 121 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് വരുന്നത്. നമ്മുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് കേട്ടോ. ഏത് രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കാം. സർഫേസ് ലെവൽ ആവാം, ആവറേജ് ലെവൽ ആവാം, റാങ്ക് മേക്കിംഗ് ആവാം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു പഠിച്ചോളൂ. പിന്നെ നമ്മളുടെ സെമിനാർസ് ആൻഡ് അസൈൻമെന്റ്സ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് റെമിഡിയേഷൻ, ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ടീച്ചിങ് മെത്തഡോളജിയിൽ നിന്നുമാണ്. ഇതും റാങ്ക് മേക്കിംഗ് ഏരിയാസ് തന്നെയാണ്. ഇനി നമ്മളുടെ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷിലോട്ട് വരുമ്പോൾ, അതായത് മോഡ്യൂൾ 8 ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ, ഇതൊക്കെ കോമൺ ആയിട്ട് ടോപ്പിക്സ് വരും. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ കൊടുത്തത്. ലേണർ ടൈപ്സ്, ലേണർ ഡിസേബിലിറ്റി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് കേട്ടോ. ഇതിലും ചോദ്യം ഉറപ്പാണ്. പിന്നെ NCFും KCFും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ്. അത് കഴിയുമ്പോൾ ഗിരീഷ് കർണാടിന്റെ നാഗമണ്ഡല, അതുപോലെ ആർതർ മില്ലറിന്റെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഏരിയയാണ്. ഓക്കെ, കൂടാതെ ഗ്രാമറിലെ ലാംഗ്വേജ് ഫങ്ഷൻസ് സച്ച് ആസ് എഗ്രീയിങ്, കംപ്ലെയിനിങ്, അപ്രോപ്രിയേറ്റ് വേർഡ് ഓർഡർ, അപ്രോപ്രിയേറ്റ് സെന്റൻസ് ഓർഡറും ഇഡിയംസും ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊന്ന് ഫോക്കസ് കൊടുത്ത് നോക്കിക്കോളൂ. കാരണം നമ്മൾക്ക് വ്യത്യസ്തമായ ചോദ്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു ഏരിയയിൽ നിന്നും പ്രതീക്ഷിക്കാം. അതുപോലെ ഒഫീഷ്യൽ ലാംഗ്വേജസ്, റീജിയണൽ ലാംഗ്വേജസ്, ടീച്ചർ ക്വാളിറ്റി കോമ്പീറ്റൻസി, ഇതും ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയയാണ് ടീച്ചിങ് മെത്തഡോളജിയിൽ. അപ്പോൾ ഈ ഏരിയ ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പോകുക. 130 ഡേയ്സ് പിന്നിട്ടിരിക്കുന്നു. ഇനി മൈക്രോ ടീച്ചിങ്, ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. മൈക്രോ ടീച്ചിങ്ങും ആക്ഷൻ റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക. ഇവിടെ ടോണി മോറിസന്റെ ബ്ലൂവെസ്റ്റ് ഐ മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. പിന്നെ നമ്മളിവിടെ 2 വീക്സിന്റെ റിവിഷൻ ഒഴിച്ചിട്ട് ഇടക്കിടക്ക് റിവിഷൻ കൊടുത്തിരിക്കുവാണ്. നിങ്ങൾക്ക് പഴയ ടോപ്പിക്സ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ പാമ്പാടി ജോൺ, കേരള റിനൈസൻസ് ലീഡേഴ്സിൽ
ഇവിടെ വുമൺ ലീഡേഴ്സിനെയും ഒരു മാൻ പാമ്പാടി ജോൺ ജോസഫിനെയും കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനും കേരള റിനൈസൻസുമാണ്. അപ്പോൾ കേരള റിനൈസൻസിന്റെ കൂടെ തന്നെ നമ്മുടെ സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സും ഒക്കെ വന്നു പോകും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ പേരുകൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ഇവർക്കാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ലീഡേഴ്സിന്റെ പേരുകൾ കാണാം. കൂടാതെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് റൈറ്റ് ടു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആക്ട് കൂടി പഠിച്ചു പോവുക. കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തല്ല, കുറച്ച് ആക്ട്സ് കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്ന് ചോദ്യങ്ങൾ PYQs വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇതിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, PYQ വന്നിട്ടുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ആണ്. 145th ഡേ. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓരോ 5 ദിവസം വെച്ചിട്ടുള്ള റിവിഷനും മോക്ക് ടെസ്റ്റുകളുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 140 ഡേ കഴിയുമ്പോൾ 5 ദിവസങ്ങളുടെ ടോപ്പിക്ക് വെച്ചിട്ട്, അതായത് ഓരോരോ വീക്ക് ആയിരുന്നല്ലോ നമ്മൾ കൊടുത്തിരുന്നത്, ആ 5 ദിവസത്തിന്റെ ടോപ്പിക്ക് വെച്ചിട്ട് മോക്ക് ടെസ്റ്റ് നടത്തി വരുന്നു. ഓക്കെ, മോക്ക് ടെസ്റ്റ് നടത്തി വരുന്നു. ഡേ 1 ഡേ 1 to ഡേ 5, അത് കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റ്, അതിന്റെ റിവിഷൻ മോക്ക് ടെസ്റ്റ് 2 ദിവസം കൊടുത്തിട്ടുണ്ട് ആദ്യമൊക്കെ. എന്നിട്ട് അത് പിന്നീട് ഒരു ദിവസം ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് റാൻഡം ആയിട്ട് നോക്കാവുന്നതാണ്. 146ലും ഒക്കെ നിങ്ങൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ 120 130 വരെ, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടല്ലോ കുറച്ച് റിവിഷൻ ആണ് പോയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം റിവൈസ് ചെയ്തു. അപ്പോൾ ഇവിടെ എത്ര പ്രാവശ്യം റിവിഷൻ നടന്നു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ റിവിഷന് വളരെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്, പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു പ്ലാനിൽ റിവിഷൻ നന്നായിട്ട് പഠിക്കുന്നു, റിവിഷൻ റിവിഷൻ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ പ്ലാൻ മാക്സിമം എംപ്ലോയ് ചെയ്ത് നന്നായിട്ട് പഠിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ കോഴ്സസ് ഈ ഒരു പ്ലാൻ ബേസ് ചെയ്ത് ഓപ്പൺ ആണ്. മൺഡേ ഓൺവേർഡ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ലിങ്ക്സും ഉണ്ട്. കോൾ ചെയ്യുക, ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം, ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, DRB ഡെയിലി റാങ്ക് ബൂസ്റ്റർ സെഷൻസ് അറ്റൻഡ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ, ഞാൻ ഇത്രയും സ്പീഡിൽ ഈ കാര്യങ്ങളൊക്കെ 45 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർത്തില്ലേ, അതുകൊണ്ട് നിങ്ങളുടെ ഒരു കമൻറ്റ് ഈ ഒരു ക്ലാസ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താനായിട്ട് മറക്കണ്ട. താങ്ക് യു സോ മച്ച്.